ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് ബി ജെ പി പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കൾ പോലും വിശ്വസിക്കില്ല. അതിൻ്റെ എല്ലാ വിവരങ്ങളും ഒരു പരിധിവരെ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെ തട്ടിപ്പ് നടത്തി. ഒരു തെരഞ്ഞെടുപ്പിന് ഫണ്ട് കിട്ടിയാൽ പൊതുവെ ബി ജെ പിക്കാർക്ക് ഒരു ഗുണമുണ്ട്. മിക്കവാറും സീറ്റിൽ അവർ ജയിക്കുമെന്ന് സംശയമുള്ള 2-3 സീറ്റേ കാണും. ബാക്കി സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥിയാവുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് അമുക്കാനാണ്. അത് കള്ള രസീതുകൾ ഉണ്ടാക്കും, കള്ള ചലാനുകൾ ഉണ്ടാക്കും, അത് വെച്ച് വെട്ടിച്ചു മാറ്റും. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ ഒരു നല്ല വരുമാനമാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി. കാരണം തോറ്റാലൊന്നും ആരും പറയില്ലല്ലോ. ബി ജെ പി തോറ്റാൽ ആരാ പറയുക? ബി ജെ പി 3-ാം സ്ഥാനത്താണ് പല സ്ഥലം. 2-ാം സ്ഥാനത്തൊക്കെയുള്ള സ്ഥലങ്ങളിലെ ചില തർക്കങ്ങളോ ജയിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് ബി ജെ പിക്കാർ എല്ലാ കാലത്തും ഈ പണി ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ ആ ഫണ്ട് മാറ്റും, അതിന് കണക്ക് ചോദിക്കും. ആ കണക്ക് കൊടുക്കുന്ന രീതികളാണ് ഇപ്പം നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്ത് ഉന്നതനായ ഒരു സ്ഥാനാർത്ഥി കണക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു. എന്താ കാര്യം? നിങ്ങളൊരു 10,000 കോടി അടിച്ചു എന്ന് പറഞ്ഞു, നമുക്കൊരു 2,000 അടിച്ചാൽ മതി, കാശിൻ്റെ 50-50. നിങ്ങളൊരു 5,000 ഫ്ലക്സ് അടിച്ചു എന്ന് പറഞ്ഞു, ഞാൻ 2,000 അടിച്ചാൽ മതി, ബാക്കി പൈസ എടുക്കാം. അങ്ങനെ നിരവധി തട്ടിപ്പുകൾ നടന്നു. ഇതിനു മുമ്പ് നമുക്കറിയാം, തൃശ്ശൂരിൽ വെച്ച് കുഴൽപ്പണ കേസുണ്ടായി. തെരഞ്ഞെടുപ്പ് കാലത്ത് പണം കൊണ്ടുവന്നതാണ്. അത് അന്ന് ബി ജെ പി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആൾ പിന്നീട് പുറത്തു വന്ന് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചാക്കിൽ പണം കൊണ്ടുവച്ച്, കോടിക്കണക്കിന് രൂപ ചാക്കിൽ കൊണ്ടുവച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പുറത്ത് മറച്ചു പിടിക്കാൻ കഴിയാത്ത വിധം പുറത്തറിയുന്ന തട്ടിപ്പുകൾ വന്നിരിക്കുന്നു. ഞാൻ തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ആ രേഖകൾ പുറത്തുവിട്ട ആളുകളെ പുറത്താക്കിയത്? അപ്പൊ രേഖയുണ്ട്, അവിടെ ഇല്ലാത്ത രേഖ ഉണ്ടാക്കി പുറത്തുവിട്ടതല്ലല്ലോ, രേഖയുണ്ട്. ബി ജെ പി വ്യാപകമായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അവര് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ വരുമാന മാർഗമായി കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പതിവാണ്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പുതിയ ആളായതുകൊണ്ട് ഈ കലാപരിപാടി അദ്ദേഹത്തിന് അത്ര അറിയില്ലാതുകൊണ്ടാണോ ഇത് പിടിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി ബി ജെ പിയുടെ അകത്തുള്ള ഗ്രൂപ്പുകൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുക. ഏത് ഗ്രൂപ്പ് ആരുടെ കൂടെ നിൽക്കണമെന്നും നമുക്കറിയില്ല. ഇപ്പോൾ അങ്ങനെയുള്ള കളികളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ തട്ടാൻ മറ്റേ വിഭാഗം പുറത്തു വിട്ടതാണോ എന്നും അറിയില്ല. ഏതായാലും നാറാനുള്ളത് നാറി. ഇപ്പോൾ വ്യക്തമായ ഒരു മറുപടിയും പറയാൻ സംസ്ഥാന പ്രസിഡന്റിന് കഴിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ജേക്കബ് തോമസ് ഒക്കെ ഉണ്ട്, അദ്ദേഹം നല്ല ഒരു പഴയ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആണല്ലോ. എന്തുപറ്റി? ആ അന്വേഷണത്തിൽ എന്താണ് കിട്ടിയത്? ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമാണ്, ഞങ്ങളോട് ചോദിക്കണ്ട എന്ന് CPM സ്റ്റൈലിലാണ് മറുപടി പറയുന്നതെങ്കിൽ ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷേ തട്ടിപ്പ് നടന്നു എന്ന് വളരെ വ്യക്തമായി വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ വരികയും ചെയ്തു. പാർട്ടി ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് പോലീസിന് കേസെടുക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം CPM രക്തസാക്ഷി ഫണ്ടും പാർട്ടി ഫണ്ടും ഒക്കെ വെട്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് CPM ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായത്, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ. അത് തന്നെ ബി ജെ പിക്ക് സംഭവിക്കും. വലിയ തോതിൽ തകർച്ച. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾ പിടിച്ചു എന്ന അഭിമാനത്തോടെ പറയുന്നുണ്ടെങ്കിൽ അവരുടെ അടിത്തറ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ. ഇത് തിരുത്താൻ ബി ജെ പിക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് അവരുടെ നാശത്തിലേക്കുള്ള വഴി തന്നെയാണ്.